പലരും സുരേഷ് ഗോപിക്ക് മേലെ വെച്ച വിശ്വാസങ്ങളൊക്കെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. സഹായം ചോദിച്ചു വന്നവരെ പോലും ആട്ടിയോടിക്കുന്ന സുരേഷ് ഗോപിയെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എത്രത്തോളം തോളിലേറ്റുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇപ്പോഴിതാ സുരേഷ് ഗോപി തൃശൂർ ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച സ്വർണ്ണ കിരീടം വൻ വിഷയമായിരിക്കുകയാണ്. തൃശൂർ ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച സ്വർണ്ണ കിരീടം കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാകാൻ പോകുകയാണ്. കിരീടത്തിന് സ്വർണത്തിന്റെ അളവ് പരിശോധിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. കിരീടത്തിൽ ഭൂരിഭാഗവും ചെമ്പാണെന്ന് ആരോപണമുയർന്ന പശ്ചാത്തലത്തിലാണ് ഈ നടപടി. കഴിഞ്ഞ ദിവസം ചേർന്ന ഇടവക പ്രതിനിധി യോഗത്തിലാണ് സ്വർണത്തിന്റെ അളവ് പരിശോധിക്കണമെന്ന ആവശ്യമുയർന്നത്. പള്ളി വികാരി അടങ്ങുന്ന 5 അംഗ കമ്മിറ്റിയാണ് കിരീടം പരിശോധിക്കുക. കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിച്ച് ഇടവക പ്രതിനിധി യോഗത്തിൽ അറിയിക്കും. 500 ഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള സ്വർണ്ണ കിരീടമാണ് സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ സമർപ്പിച്ചത്. സ്ഥലം കൗൺസിലറും ഇടവക സമിതി അംഗവുമായ ലീല വർഗീസ് അടക്കമുള്ളവരാണ് കിരീടം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലടക്കം ആവശ്യം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ഭാവിയിൽ പള്ളി അധികൃതർ സംശയത്തിന്റെ നിഴലിലാവുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് കിരീടം പരിശോധിക്കാൻ തീരുമാനിച്ചത്. അതേസമയം സ്വർണ്ണ കിരീടവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി സുരേഷ് ഗോപി രംഗത്ത് വന്നു. എങ്ങനെയാണോ കിരീടം സമർപ്പിക്കേണ്ടത് അങ്ങനെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ നേർച്ചയായിരുന്നുവെന്നാണ് സുരേഷ് ഗോപി ഇതിനോട് പ്രതികരിച്ചത്. തൃശൂരിൽ വിജയിക്കുമെന്ന് ഉറച്ച പ്രതീക്ഷയാണുള്ളതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. മകളുടെ വിവാഹത്തിന് മുന്നോടിയായിട്ടാണ് സുരേഷ് ഗോപി ലൂർദ് മാതാ ദേവാലയത്തിൽ കിരീടം സമർപ്പിച്ചത്. ഇതിനെതിരെ തൃശൂർ MP TN പ്രതാപൻ വിമർശനം ഉയർത്തിയിരുന്നു. മണിപ്പൂരിൽ പള്ളി തകർത്തതിന്റെ പരിഹാരമായാണ് സ്വർണ്ണ കിരീടം സമർപ്പിച്ചതെന്നായിരുന്നു MP-യുടെ വിമർശനം. പാപക്കറ കഴുകിക്കളയാൻ സ്വർണ്ണ കിരീടം കൊണ്ടാവില്ല. തൃശൂരിൽ BJP ചെലവഴിക്കാൻ പോകുന്നത് 100 കോടി രൂപയാണെന്നും പ്രതാപൻ അന്ന് ആരോപിച്ചിരുന്നു. അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ സുരേഷ് ഗോപിയെ തൃശൂരിലെ പ്രചരണ രംഗത്തേക്ക് സ്വീകരിച്ചാനയിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് BJP. ഇന്ന് വൈകിട്ട് 5 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന സുരേഷ് ഗോപിയെ പ്രവർത്തകർ സ്വീകരിച്ച് ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ സ്വരാജ് റൗണ്ടിലേക്ക് ആനയിക്കും. തുടർന്ന് റോഡ് ഷോ നടക്കും. സ്വരാജ് റൗണ്ട് ചുറ്റി കോർപ്പറേഷന് മുന്നിൽ സമാപിക്കുന്ന തരത്തിലാണ് റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ മുതൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും റോഡ് ഷോയുടെ പ്രചാരണം മുറുക്കാനാണ് BJP-യുടെ ആലോചന. ഇതിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP-യുടെ 195 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ജയിപ്പിച്ചു വിടണേയെന്ന് തൃശൂരിലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ച് സുരേഷ് ഗോപി എത്തിയിരുന്നു. ജനങ്ങൾക്ക് തന്നെ തള്ളിക്കളയാനോ ഒഴിവാക്കാനോ കഴിയില്ലെന്ന ആത്മവിശ്വാസമുണ്ടെന്നും ജയിപ്പിച്ചു വിട്ടാൽ എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് ഒന്നും പറയാനില്ലെന്നും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കേരളത്തിലെ 12 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് BJP കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ, അനിൽ ആന്റണി, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ പ്രമുഖർ മത്സര രംഗത്തുണ്ട്.